അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഞാൻ വലിയുല്ലാഹി മുഹമ്മദ് ഷരീഫ് അഥവാ ഔലിയ മുഹമ്മദ് ഷരീഫ് മണ്ണാർക്കാട്. പ്രിയമുള്ള വിശ്വാസി സമൂഹമേ, പ്രത്യേകിച്ച് മുസ്ലിം സമൂഹമേ, നാം പ്രവാചകൻ്റെ ജനനവും മരണവും ഉൾപ്പെടുന്ന ഈ മാസങ്ങളിൽ ആരാധനാകർമ്മങ്ങളും പ്രാർത്ഥനകളും അതുപോലെ പ്രവാചകനെ വാഴ്ത്തപ്പെടുന്ന ഗാനങ്ങളുമായി നാം മുന്നോട്ട് പോകുമ്പോൾ നാം അതിൽ ഷിർക്ക് വരുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഷിർക്ക് എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കൽ എന്നർത്ഥം. അള്ളാഹുവിൻ്റെ യഥാർത്ഥ സത്യദീനിൽ ഒരു പ്രവാചകനും ഒരു ഔലിയക്കും ഒരു പണ്ഡിതനും കൈകടത്താനുള്ള യാതൊരു അവകാശവുമില്ല. കാരണം സൃഷ്ടാവ് അള്ളാഹുവാണ്. ആ അള്ളാഹു കൊടുത്തുവിട്ട ഗ്രന്ഥങ്ങളെ അതേ രൂപത്തിൽ പ്രാവർത്തികമാക്കുക എന്ന ലക്ഷ്യമാണ് പ്രവാചകന്മാർക്കുള്ളത്. അതേ ലക്ഷ്യം കണ്ട ആളുകളാണ് ഔലിയാക്കൾ. അതുകൊണ്ട് പ്രവാചകനും ഔലിയും ഒരു കാരണവശാലും സ്വയം വാഴ്ത്തപ്പെടാൻ സമ്മതിക്കുകയില്ല. അള്ളാഹുവിനെ മാത്രമേ വാഴ്ത്തപ്പെടുവാനും അവനെ മാത്രമേ ആരാധിക്കുവാനും പറയപ്പെടുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം മുസ്ലിം സമൂഹവും മറ്റു വിശ്വാസികളും തിരിച്ചറിയുക. ഇത് ശ്രീകൃഷ്ണൻ്റെ കാലഘട്ടമായാലും നമ്മുടെ ഈശ അഥവാ യേശുവിൻ്റെ കാലഘട്ടമായാലും അവസാനം വന്ന പ്രവാചകനായ മുഹമ്മദ് നബിയുടെ കാലഘട്ടമായാലും ഇതുതന്നെയാണ് തുടർച്ച സംവിധാനം. ഇതിന് വിപരീതമായി പ്രവർത്തിക്കുന്നവരെ ഇല്ലായ്മ ചെയ്യുക എന്ന ഉദ്ദേശവും അവരെ സത്യമതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്ന സന്ദേശവുമായി എത്തിയവരാണ് ശ്രീകൃഷ്ണനായാലും യേശു ക്രിസ്തുവായാലും മുഹമ്മദ് നബിയായാലും. ഇവർ ഏകനായ സൃഷ്ടാവിനെ അറിയിക്കുക, അവനെ മാത്രം ആരാധിക്കുക, അവനോട് മാത്രം സഹായം ചോദിക്കുക, അവനോട് മാത്രം പ്രാർത്ഥനകൾ അർപ്പിക്കുക, അവൻ്റെ പേരുകൾ മാത്രം വാഴ്ത്തപ്പെടുക. ഈ സംവിധാനത്തിന് വിപരീതമായി നാം പ്രവർത്തിച്ചുകൊണ്ട് അന്നദാനങ്ങളും മറ്റു മതത്തിൻ്റെ പേരിൽ സംഘടിതമായി ആളുകളെ വിളിച്ചു ചേർത്ത് ഇസ്ലാമിലില്ലാത്ത ഗാനങ്ങൾ പാടി പ്രവാചകനെയും ഔലിയെയും മഹാന്മാരെയും ജീവിച്ചിരിക്കുന്നവരുമെല്ലാം വിളിച്ചതിനു ശേഷം അള്ളാഹുവിനെ വിളിക്കുകയും നിങ്ങളവിടെ ഭക്ഷണം കൊടുക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ഗുണത്തിനു പകരം ശിക്ഷ അള്ളാഹു നൽകുമെന്ന ആ സത്യം നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയ കൂട്ടുകാർ, യുവ സമൂഹം, ഇതിന് വിപരീതമായി പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാരെ ഇത്തരം നേർച്ചകളും ഇത്തരം നമ്മളുടെ സംഘടിത പരിപാടികളിൽ നിന്നും മാറ്റി നിർത്തുക. അവരോട് നാം പറയുക, നിങ്ങൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക, അവനോട് മാത്രം സഹായങ്ങൾ അർപ്പിക്കുക, അവനോട് മാത്രം ആരാധനകൾ അർപ്പിക്കുക. ആ രീതിയിലേക്ക് മാറുക. എന്നിട്ട് നിങ്ങൾ എന്തു ചെയ്യുക? അള്ളാഹുവിൻ്റെ നാമങ്ങളായ അർ-റഹ്മാൻ, അർ-റഹീം, അൽ മലിക്, അൽ ഖുദ്ദൂസ്, അങ്ങനെ ഈ വരുന്ന 99 ഇസ്മുകൾ അഥവാ നാമങ്ങൾ, അത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. ആ നാമങ്ങൾ അവിടെ നിങ്ങൾ ഉച്ചരിച്ചു കൊണ്ട് ദിക്ർ കൊണ്ട് തുടങ്ങുക, ഖുർആൻ കൊണ്ട് തുടങ്ങുക, ബിസ്മി കൊണ്ട് തുടങ്ങുക. അത് നിങ്ങളുടെ യാത്രയായാലും ഒരു ബലിമൃഗത്തിനെ അറുക്കുന്നതായാലും നിങ്ങളുടെ
ആരാധനാ കർമ്മങ്ങളായാലും എന്തു തന്നെയായാലും നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെയ്താൽ നിങ്ങൾക്ക് ഇരട്ടി പ്രതിഫലം ഇവിടെയും ഉണ്ടാകും. നാളെ പരലോകത്ത് നിങ്ങൾ കൊടുക്കുന്ന ഭക്ഷണങ്ങൾക്കും നിങ്ങൾ കൊടുക്കുന്ന ആ ശാരീരിക മാനസികമായ എല്ലാ പിന്തുണക്കും നിങ്ങൾക്ക് ഈ ലോകത്തും പരലോകത്തും അള്ളാഹു ഗുണം ചെയ്യും. അല്ല എങ്കിൽ നേരെ തിരിച്ച് വിപരീതം, ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനമുണ്ടെന്ന ആ സത്യം നാം തിരിച്ചറിയുക. അത് യാഥാർത്ഥ്യമാണ്. ഇതെല്ലാം അള്ളാഹുവിൻ്റെ അതിശക്തമായ ഡാറ്റ വോയിസ് അഥവാ നമ്മളുടെ ശബ്ദവും നമ്മളുടെ വീഡിയോയും കവർ ചെയ്തുകൊണ്ടുള്ള അതിശക്തമായ ക്യാമറകളായ ആകാശത്തെ ക്യാമറകൾ അള്ളാഹു അത് വെച്ചുകൊണ്ട് ഇതെല്ലാം ഒപ്പിയെടുക്കുന്നു അല്ലെങ്കിൽ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് അത്തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങട്ടെ. അള്ളാഹു യഥാർത്ഥ വിശ്വാസികളാക്കി മാറ്റട്ടെ. യഥാർത്ഥ മുസ്ലിങ്ങളായി ജീവിക്കുവാനുള്ള മാർഗം നൽകട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ്.